ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ക്യാരക്ടറിനെ ചിലപ്പോ എന്നെ വിളിച്ചു കാണൂല. അല്ല ഞാൻ അല്ല അതായിരിക്കും, മനസ്സിലായോ? എന്റെ ഒരു ആഗ്രഹം വരുന്നില്ല സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പൊ ഈസി അല്ല, ഞാൻ ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ, ചിലപ്പോ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതിപ്പോ സിനിമയിൽ അഭിനയിച്ചോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ബോറടിക്കല് ശരിക്കും പറഞ്ഞ കാര്യം. നമ്മള് അത് എത്തായിരിക്കും പിന്നത്തെ കാര്യം അതുകൊണ്ടല്ലേ. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ട്. സിനിമക്കാരായ ശേഷം ഉണ്ടായ ലൈഫിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്താ? നമ്മൾ പണ്ട് ബസ്സിൽ പോയ സ്ഥലത്ത് ബൈക്കായി, കാറായി, പിന്നെ നമ്മളെ ആൾക്കാർ തിരിച്ചറിയുന്നു, ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നു. ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് അങ്ങോട്ടും ഷർട്ടൊക്കെ മാറ്റിയിട്ടൊക്കെ പോകുമായിരുന്നു. പണ്ട് അങ്ങനെയായിരുന്നു, ഷൂ ഒക്കെ മാറ്റിയിട്ട ഞായറാഴ്ച ഞാൻ ഷൂ ഇട്ടോ. ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു. കാര്യം എല്ലാവർക്കും ഷൂ ഒന്നും കാണൂല. ഇപ്പൊ നമുക്ക് അങ്ങനെയൊന്നുമല്ല. സുധി കോപ്പ നമ്മുടെ കൂടെ. സുധി കൊച്ചി പള്ളുരുത്തി അല്ലേ? അതെങ്ങനെയാ ഐഡിയ ഒന്ന്? ഞാനൊരു തമാശക്കിട്ടാണ് അത്. പിന്നെ കൊച്ചിയുടെ കോയും പള്ളുരുത്തിയുടെ ഭായി, ഈ വിനയ് ഫോർട്ട് കൊച്ചിയുടെ ഫോർട്ട് ഇട്ട പോലെ. അതെ അതെ. ഈ സാധാരണ കോട്ടയംകാരിങ്ങനെ ആ കോപ്പ എന്ന് പറയല്ലോ, അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ടോ ആൾക്കാര്? അല്ല, ഇത് ആദ്യമൊക്കെ ഞാനൊരു നാടകത്തിന്റെ സമയത്ത് പേരിട്ട് തമാശക്കിട്ടാണ്. അത് കഴിഞ്ഞപ്പോ ഈ എന്താ വെറുതെ നടക്കണം, ഞാനിങ്ങനെ സുധി കോപ്പ എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് വീട്ടുപേരെന്ന് പറയുമായിരുന്നു. കുറെ നാൾ അങ്ങനെ പറഞ്ഞു. പിന്നെ പേരായി അംഗീകരിക്കപ്പെട്ടു. ശരിക്കും അനുഭവ പേരെന്തായിരുന്നു? സുധി എസ്. ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ പറമ്പൊക്കെ ആ ഫ്രൂട്ട്സും പറമ്പൊന്നുമില്ല, അല്ല അതൊക്കെ കണ്ട് അവിടെ വന്ന് ഇന്റർവ്യൂ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ നിങ്ങൾ സമ്മതിച്ചില്ല. എന്തത്? അല്ല, അങ്ങനെ അത്രക്ക് അങ്ങനെ ഒരു ഷൂട്ട് ചെയ്യേണ്ട ഒരു സ്ഥലമൊന്നുമല്ല. ഞാൻ കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടല്ലോ, വീഡിയോസ് ഇടാറുണ്ടല്ലോ. അത് ശരിക്കും അതെ. എനിക്ക് മരങ്ങളൊക്കെ തന്നേക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. അവന്റെ വീട്ടിലാണ് ശരിക്കും ഞാൻ അത് പറിച്ച് തിന്നുന്നത്. അതൊക്കെ. പക്ഷെ എന്റെ വീട്ടിലൊക്കെ മാങ്ങയൊക്കെ ഉണ്ട് ഇപ്പൊ. ആ സമയത്ത് ഞാൻ വെച്ചതൊക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെ അത്ര ഹൈറ്റ് ഇല്ല. പക്ഷെ ഈ ചെടികളും കൃഷിയൊക്കെ പൊതുവെ ഇഷ്ടം. ചെടികൾ എനിക്ക് ഇഷ്ടമാണ്. കൃഷി ചെയ്യാനൊന്നും അറിയില്ല. അങ്ങനെ കൃഷി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആധികാരികമായിട്ടൊന്നല്ല. നമ്മളിപ്പോ ഒരു ചെടി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മരം വെച്ചിട്ട് അപ്പൊ നമുക്കറിയാൻ പറ്റില്ല. ആദ്യം ഒരു കൗതുകത്തിന് നോക്കും, പിന്നെ അതിനെന്തെങ്കിലും വരുമ്പോ നമ്മൾ അത് എന്തുകൊണ്ടാ വരുന്നത് നോക്കും. അങ്ങനെയുള്ള ഒരു കൃഷിക്കാരനാകുന്നു അതിനകത്ത്. അങ്ങനെ ആവുമായിരിക്കും ഭാവിയിലല്ലോ. ഇപ്പൊ വെച്ച് അത് നോക്കും. എന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഞാൻ ഇല്ലെങ്കിലും വന്ന് വെള്ളം ഒഴിക്കും. അത് തോപ്പുംപടിയിലെ വീടല്ലേ? പള്ളുരുത്തി തന്നെയല്ലേ സ്വന്തം സ്ഥലം? അതെ അതെ. ഓക്കെ. ജനിച്ചു വളർന്ന സ്ഥലത്തിനടുത്ത് തന്നെയാണ് ഇപ്പൊ താമസിക്കുന്നത്, അതോ ഓക്കെ മാറിയിട്ടൊന്നുമില്ല? ഈ സുധി കോപ്പയുടെ കോപ്പയില് ഏത് ക്യാരക്ടറും ഭദ്രാണെന്നാണ് ആൾക്കാർ പറയാ. അതായത് നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ നല്ല പെർഫോമർ എന്ന് പറയാറുണ്ട്. സ്വയം അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടോ? ഓർ എപ്പോഴും ട്രൈ ചെയ്യാതാണോ? ഇല്ല, അങ്ങനെ ഈ സ്വയം അംഗീകരിക്കാന്ന് പറഞ്ഞാല് ഞാൻ സിനിമയിൽ വരാൻ ആഗ്രഹിച്ചത് ഇപ്പം മമ്മൂട്ടി മോഹൻലാലിനും ഉപരി കൂടെ തന്നെ ഭരത് ഗോപി, നെടുമുടി വേണു, അങ്ങനത്തെ ഒരു ആക്ടേഴ്സ് ഇല്ലേ. അപ്പൊ നമുക്ക് ഇവര് ചെയ്യുന്ന കാണുമ്പോ ശരിക്കും സിനിമ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ സമയത്ത് ഈ സീൻസ് ഒക്കെ കാണുമ്പോ ഭയങ്കര അത്ഭുതം ഇപ്പോഴും. അപ്പൊ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ എന്റെ കാലഘട്ടത്തില് അത്രയും ശക്തമായ ക്യാരക്ടറൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് സംശയം. അവര് ചെയ്ത പോലെ അന്നത്തെ റൈറ്റേഴ്സിന്റെയും അങ്ങനത്തെ അന്നത്തെ സിനിമയുടെ രീതികളും ഈ ബന്ധങ്ങളൊക്കെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റിലെ പറഞ്ഞോണ്ട്. ഇന്ന് എനിക്ക് അറിയില്ല, കിട്ടിയാൽ നന്നായിട്ട് ചെയ്യുമായിരിക്കും. ഇപ്പൊ വേറെ ടൈപ്പ് ഒരു സിനിമകളൊക്കെ അങ്ങനെയാണല്ലോ. അപ്പൊ അതിനകത്ത് നമുക്ക് കിട്ടുന്നതില് നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞ് ചെയ്ത് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ. അപ്പൊ എപ്പോഴും ഈ ക്യാരക്ടർ റോൾസ് ചെയ്തവരെ കണ്ട് ആ രീതിയിൽ പെർഫോമൻസ് ഓറിയന്റഡ് ആയി ചെയ്യുക, അല്ലാണ്ട് ഒരു സ്റ്റാർഡം അങ്ങനെ ആക്ടർ ആവുന്നതിലൂടെ ഒരു സ്റ്റാർഡം കിട്ടുന്നതല്ല. പക്ഷെ ഉള്ളിൽ നമുക്ക് ആഗ്രഹിക്കാമല്ലോ. ആഗ്രഹിക്കാം. കാര്യം ഒരു ഹീറോ ആയിക്കാനുള്ള ഗുണം ഞാൻ മനസ്സിലാക്കി ഇഷ്ടം പോലെ നല്ല ക്യാരക്ടർ തിരഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് കിട്ടുന്നത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാന്നുള്ളൂ. ഒരുപാട് സിനിമകൾ നോ പറയാറുണ്ടോ? അങ്ങനത്തെ ഒരു ലക്ഷറി ഇപ്പോഴുണ്ടോ? ഇല്ല, അങ്ങനെ അത്രയും സിനിമകളൊന്നും എനിക്ക് അത്രയും സിനിമകളോ നോ പറയാൻ മാത്രം സിനിമകളൊന്നും വരാറില്ല. എന്നാലും പറഞ്ഞിട്ടുണ്ട്. ഒരു പൊതുവെ ഒരു മാനദണ്ഡം എന്താ ഒരു സിനിമയോട് പറയാൻ? സിനിമയില് ഞാൻ പറഞ്ഞത്, സിനിമയിൽ നമുക്ക് ആൾക്കാർ കാണാൻ ചാൻസ് ഉള്ള സിനിമ എന്ന് പറയില്ലേ. ചിലപ്പോൾ നല്ല സബ്ജക്റ്റ്, ചിലപ്പോൾ നല്ല ഡയറക്ടർ,
റൈറ്റർ അങ്ങനെ ആ, ആ. അതാ മാനദണ്ഡം. അത് നോക്കിയിട്ട് തന്നെയാണ് ഇപ്പൊ തെരഞ്ഞെടുക്കുക ഞാൻ അല്ലേ? എല്ലാ സിനിമയും കാണുന്ന ആളാ. ആ. അപ്പൊ നമ്മളിപ്പോ ഈ സമയത്ത് എങ്ങനത്തെ സിനിമയാണ് തിയേറ്ററിൽ കാണാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നത്? ഉം, ഉം, ഉം. ഇനി അത് OTT ഒക്കെ പറയും. OTT കാണാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചില സാധനങ്ങൾ, ചില പടങ്ങള് ഉം. മസ്റ്റായിട്ട് നമ്മൾ എന്തായാലും പോയി കാണണം. തിയേറ്ററിൽ എന്ന് പറയുന്ന കൂട്ടുകാരുണ്ട്, കാണുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഉം. അങ്ങനെ തന്നെ സിനിമ നമ്മള് കാണുന്നത്. ഓക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് എനിക്ക് തോന്നുന്നില്ല വേഴാപ്പൂഞ്ചിറയാന്ന്. ഉം. ഞാൻ ഒരുപാട് സിനിമകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ഭയങ്കര കോംപ്ലക്സിറ്റി ഉള്ള ഒരു കഥാപാത്രമാണ്. പിന്നെ ഭയങ്കര ഹോണ്ടിങ് ആണ് ആ ഉം. സിനിമയും കഥാപാത്രമൊക്കെ. നമ്മളൊരു ഇഷ്ടമില്ലാതെയാണ് ആ സിനിമയെക്കുറിച്ച് ഓർക്കുക. മീൻസ് അതിന്റെ കഥ അങ്ങനെ ആയതുകൊണ്ട്. പിന്നെ അത് നന്നായി പെർഫോം ചെയ്തുകൊണ്ടും കൂടെയല്ലോ അങ്ങനെ ഓർക്കുക. ആ രീതിയിൽ ഏതെങ്കിലും പേഴ്സണലായിട്ട് മനസ്സിലുള്ളതുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഈ എന്റെ ഫസ്റ്റ് പടം സാഗറിലെ സാഗറിലെ യശ് ജാഗിന്ന് ഞാൻ ജാക്കി. പറയുന്നത്. ഉം. അതിനു മുമ്പ് ഞാൻ അഭിനയിച്ചത് ഞാൻ ശബ്ദം എനിക്ക് ഇപ്പൊ ഞാൻ പടങ്ങൾ ഡയലോഗ് ഇല്ല, പക്ഷെ മുഖമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കാണിച്ചിട്ടുണ്ട്. ആ, ആ. പക്ഷെ ഞാൻ പറയുന്നത് ഒരു മൂവ്മെന്റ് ഉള്ളൊരു പടം. ഉം, ഉം. അതുകൊണ്ട് എന്റെ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത്, സിനിമ അഭിനയിച്ചെന്ന് ഉം. പറയുന്നത്. അപ്പൊ ആ സിനിമ കൊണ്ടാണ് എനിക്ക് രണ്ടാമത്തെ സിനിമയും മൂന്നാമത്തെ സിനിമയും കിട്ടിയേക്കുന്നത്. ഉം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തൊക്കെ ക്യാരക്ടർ ചെയ്തെങ്കിലും അടിസ്ഥാനം അവിടുന്ന് ഉം, ഉം, ഉം. ഞാൻ അതെ. ഏറ്റവും ഫസ്റ്റ് ഇഷ്ടപ്പെട്ട അതിനല്ലേ. അതെ, അതെ. അതിനുശേഷം ഇപ്പൊ ഇലവിഴ പുഞ്ചിറയിൽ അതിന് മുമ്പ് വന്ന ഇലവിഴ പുഞ്ചിറ എനിക്ക് തരാനുള്ള കാരണം അതിനു മുമ്പ് ഞാൻ നല്ല വേറെ പടങ്ങൾ ചെയ്തുകൊണ്ടാണ് അതെ. ഈ ധൈര്യത്തോടെ തരാൻ അല്ലേ. അതെ, ഓരോ പടത്തിലെ പെർഫോമൻസ് ആണ് അതുകൊണ്ടാണ് എനിക്ക് അടുത്ത തന്നേക്കുന്നത്. പടങ്ങളിലേക്കുള്ള. അല്ലെങ്കിൽ പിന്നെ Yes. ഇലവിഴ പുഞ്ചിറയുടെ ക്യാരക്ടറിന്റെ ഞാൻ കണ്ട പ്രത്യേകത അതിന് 3 ലെയറുള്ള ഒരു ക്യാരക്ടറാണ്. ഉം. കാര്യം ആദ്യം നമ്മൾ കുറച്ച്, പിന്നെ കുറച്ചും കൂടെ ഇയാളാണ് ചെയ്തത്, പിന്നെ അവസാനമാണ് അതിന്റെ അതെ. കറക്റ്റ് അങ്ങനെ ഒരു. പക്ഷെ അത് നമുക്ക് എനിക്ക് എന്നെ പോലുള്ള ആൾക്ക്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലേ, ഉം. നമുക്ക് നമ്മുടെ ആക്ടേഴ്സിന് അത് എത്രമാത്രം ഇങ്ങനെ ഇന്നതൊക്കെ കിട്ടുമെന്ന് അറിയില്ല. ഉം, ഉം, ഉം. അത് കിട്ടുക മാത്രമല്ല, ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യും. ചെയ്തിട്ട് വേണം ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് ഇഷ്ടംപോലെ സിനിമ കാണുന്ന. അതെ, അതെ. ഇപ്പൊ ഒന്നാമത്തെ കാര്യം, ഇപ്പൊ ഇലവിഴ പുഞ്ചിറ തന്നെ എല്ലാ ഭാഷയിലും ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഉം. ഇപ്പൊ സബ് ടൈറ്റിലോട് കൂടി ഉം, എല്ലാവരും ഉം, കണ്ടിട്ടുണ്ട്. ഉം. അപ്പൊ നമ്മൾ ആ സമയത്ത് അയ്യോ അത് ഒരു സംഭവം കിട്ടി കുഴപ്പമില്ലെന്നുണ്ട് കാര്യമില്ല. ഉം. ഈ കുഴപ്പമില്ല എന്നുള്ള വാക്ക് ഭയങ്കര അപകടം പിടിച്ച വാക്കാം. ഉം. എന്തോ ഒരു കുഴപ്പമുണ്ട്. അതെ അതെ. ഈ അങ്ങനെ മികച്ചതാക്കാനേ പെർഫോമൻസ് മികച്ചതാക്കാനുള്ള ഒരു ഹോംവർക്ക് ഉണ്ടാവല്ലോ, എന്തായാലും ഒരു പ്രോസസ്സ് ഉണ്ടാവുമല്ലോ. അപ്പം അതിപ്പോ ഡയറക്ടർ പറഞ്ഞ് കേട്ട് ചെയ്യാന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? പിന്നെ അത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിലൊരു പ്രോസസ്സിങ് നടക്കും. ഉം. ഇപ്പൊ ഇല്ലേ, നമ്മളൊരു കാര്യം നമ്മളൊരാൾ പറയുന്ന പോലെ ഒരു സിനിമ ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന ആൾക്കാർ കാണും. ഉം. പിന്നെ പിന്നെ അതിനുവേണ്ടി നടത്തുന്ന ആൾക്കാർ കാണും. ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. ഉം, ഉം, ഉം. നമ്മൾ പലരും പല കാര്യങ്ങളെ പല രീതിയിലാണല്ലോ ഉം. അതെ. നമ്മള് അപ്രോച്ച് ചെയ്യുന്നത്. അപ്രോച്ച് ചെയ്യുന്നത്. ചിലർ ഈ മെത്തേഡ് ആക്ടിങ്ങിനെ കുറിച്ചൊക്കെ ഉം, പറയുമല്ലോ. ഉം, അപ്പൊ ഉം. ചില തരം കഥാപാത്രം ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഹോളിവുഡിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ചിലപ്പോൾ 2 വർഷമൊക്കെ അങ്ങനെ ജീവിക്കുന്നവരെന്നൊക്കെ. ഇങ്ങനെ കോംപ്ലക്സ് കഥാപാത്രം ചെയ്യുമ്പോഴേ ആ ഒരു സെറ്റ്, ആ ഒരു മൂഡിലേക്ക് ചെല്ലുമ്പം കട്ട് കഴിഞ്ഞാൽ ഫ്രീ ആണോ, അല്ലെങ്കിൽ ആ ഒരു മൂഡായിരിക്കും പിടിക്കുക? ഞാൻ ഫ്രീ ആയിരിക്കും. ഓക്കെ. മനസ്സിലായിട്ടൊക്കെ ഇമോഷണൽ സീനൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അത് തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ അഭിനയിക്കാൻ വേണ്ടി ആ മൂഡ് പിടിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പൊ അത് എന്റെ ഒപ്പം വർക്ക്, ഇപ്പൊ ഈ സിനിമയൊക്കെ വർക്ക് ചെയ്തവർക്ക് അറിയാവുന്ന ആക്ഷൻ കട്ടിന്റെ ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞാനത് ഭയങ്കര എൻജോയ് ചെയ്താ ചെയ്യുന്നത്. കാര്യം അങ്ങനത്തെ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോകുമ്പോ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനത്തെ ഒരു സിനിമ കിട്ടിയെന്ന് പറയുമ്പോ തന്നെ. അപ്പൊ ഏറ്റവും സന്തോഷം രീതിയിൽ ആ സമയത്ത് അഭിനയിച്ചിട്ട് ഏറ്റവും ഹാപ്പി ആയിട്ട് അത് കഴിഞ്ഞിട്ട് അവരോട് സ്പെൻഡ് ചെയ്യുക എന്നുള്ള. ഈ സിനിമയിൽ ഇപ്പൊ ഒരുപാട് സുഹൃത്തുക്കളുണ്ടോ? പിന്നെ സിനിമയിലും ഉണ്ട്, സിനിമയുടെ പുറത്തും ഉണ്ട്. അല്ല, പൊതുവെ ഓഡിഷൻ സ്റ്റാർ എന്ന് സ്വയം വിളിച്ചിട്ടുണ്ട് അല്ലെ? ഒരുപാട് ഓഡിഷൻസിന് പോവാറുണ്ട്. ഇപ്പോഴും അത് ചെയ്യാറുണ്ടോ? ഈ ഓഡിഷൻ എന്ന് പറഞ്ഞാലേ ഇപ്പൊ അത് തെറ്റായ ഒരു കാര്യമല്ല. എന്നത് കാര്യം അല്ല, ശരിക്കും നമ്മുടെ നാട്ടില് 2005-6 കാലഘട്ടത്തിലാണ് പണ്ട് പത്മനാഭൻ സാറൊക്കെ ഉണ്ട്, പക്ഷെ അശോകൻ ചേട്ടനെയൊക്കെ ഓഡിഷൻ വഴിയാണ് എടുത്തെന്ന് കേട്ടിട്ടുണ്ട്. അന്ന് കുറെ പേരൊക്കെ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഈ നമ്മുടെ ഇവിടെ 2006-ലൊക്കെയാണ് ഇത് അങ്ങനെ ആരംഭിച്ചത്, ഓഡിഷൻസ്. അത്തരം സിനിമകൾ വരികയും ഫിലിം മാറിയിട്ട് ഡിജിറ്റലാകുമ്പോ കുറച്ചും കൂടെ അങ്ങനെയൊക്കെയാണ്. ഇത് കാര്യം എന്താണെന്നറിയോ, ചില ക്യാരക്ടർ ചെയ്യാൻ അയാൾ ഗംഭീര നടനായിരിക്കാം. അത് അഭിനയിക്കുക മാത്രല്ല, അയാൾ ആ സ്ക്രീനിൽ ഓക്കെ ആണോ അങ്ങനെ ചെയ്ത് അതും കൂടെ നോക്കാൻ വേണ്ടി കൂടിയാ. അതിനകത്ത് ഒരിക്കലും നമ്മള് ഈഗോയോ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. എന്റെ ജോലിയാണല്ലോ. ഇപ്പൊ നമ്മളിപ്പോ എന്ത് കാര്യമായാലും നമ്മളൊരു പ്രൊഫൈല് കാണിക്കൂലേ, നമ്മളിപ്പോ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണിക്കൂല. ഇപ്പൊ ഇല്ലേ,
നമ്മളിപ്പോ ഇവിടെ അതിന് ആപ്റ്റ് ആണോ എന്ന് ഉറപ്പിക്കണമല്ലോ അല്ലെ? ഇപ്പൊ നേരത്തെ വർക്ക് ചെയ്ത ചാനലിൽ നിന്ന് ഇവിടെ വരുമ്പോഴും അതെ, വെറുതെ ഒന്ന് കയറുമല്ലോ, അത് തെറ്റൊന്നുമില്ല. അതെ, അതെ. ഞാൻ അത് ഇപ്പോഴും അങ്ങനെ ചാൻസ് ചോദിക്കാറുണ്ടല്ലേ അതേ ഞാൻ ആഗ്രഹത്തോടുകൂടി? പറഞ്ഞ ഞാൻ ചാൻസ് ചോദിക്കുന്നതിൽ ഒരിക്കലും ഇതുപോലെ ഉം, ഉം, എനിക്കങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഉം, ഉം, ചാൻസ് ചോദിക്കാന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ നമുക്കൊരു കാര്യം അറിയാം, ഉം, നിങ്ങളത് ചെയ്യുന്ന ആളാണ്, ഞാൻ ഉം, ചെയ്യട്ടെ പടത്തില് ഉം, ഉം. ഒരു ക്യാരക്ടർ എന്നാൽ ഞാൻ നന്നായിട്ട് അഭിനയിക്കാന്ന് നമ്മൾ ജോലി ചോദിക്കുന്നു എന്ന് വിചാരിച്ചാൽ പോലെ മതി. ആ അതിപ്പോ സുധീക് ഗോപാലിന്റെ പേര് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഉം, അപ്പൊ നിങ്ങൾ മേ ബി ചോദിക്കാൻ വിളിക്കുന്ന എല്ലാവർക്കും പേരറിയാം, ആളെ അറിയാം. ഉം. അപ്പം അവർക്കതൊരു ഒബ്ലിഗേഷൻ ആവോ, അല്ലെങ്കിൽ കൊടുത്തേ പറ്റൂ, അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? അല്ല, നമ്മള് ഇന്ന പോലെ ഞാൻ ഫ്രീ ആണ്, എനിക്ക് താല്പര്യമുണ്ടെന്നുള്ള സംഭവം അല്ല അറിയിക്കാണ്, അവരെ നമ്മൾ അയ്യോ പ്ലീസ് കിട്ടിയേ പറ്റൂന്നൊന്നുമില്ല. അങ്ങനെയല്ല. Yes. ഞാൻ അറിയിക്കാൻ, ഞാൻ പറയില്ല ഇപ്പൊ ഉം, പണ്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ നടക്കുമ്പോഴും എല്ലാവരോടും പറയും, ഉം. കാര്യം ആരെ എപ്പോഴാ അവരുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ടായിരിക്കും ചിലപ്പോൾ പടം ചെയ്യണേ. ആ, ആ. അതുകൊണ്ട് നമ്മൾ പറയും ഉം. സിനിമയില് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. ഈ മിണ്ടായിരുന്ന കാര്യമില്ലല്ലോ. അതെ, അതെ. ഈ കഞ്ചാവ് സോമിന്റെ പ്രിപ്പറേഷൻ എന്തായിരുന്നു? ഉം. അത് ഭയങ്കര കേക്ക് വർക്ക് ആയിരുന്നോ? ഈസി ആയിരുന്നോ അത് ചെയ്യാൻ? അത് ശരിക്കും ഭയങ്കര ഈസിയാ. ആ, താടി ഈസി എന്നല്ല, നമ്മുടെ താടിയാണ് അതിൻ്റെ അകത്ത് അതെ, നമ്മുടെ ആ സമയം ഉണ്ട്. ലുക്കില്. ആ പക്ഷെ ആ ഒരു ലുക്ക് മാനറിസം ഒക്കെ ഉണ്ടല്ലോ, അതും അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആ ആണല്ലോ. അതിലേക്ക് എത്താൻ ഭയങ്കര ഈസി ആയിരുന്നു. എനിക്ക് ഈസി ആയിരുന്നു. ഉം. ആ, പക്ഷെ കുറച്ചും കൂടി രസമാണ് ചെയ്യാൻ. ആ. നമ്മള് എന്താന്ന് കാര്യം ആ ഉം. കോസ്റ്റ്യൂം കിട്ടി ഇവിടെ പോയി ഇവിടെ ഈ ധൈര്യത്തിൽ ഇരിക്കാൻ കിടന്നു കുഴപ്പമില്ല. അതെ, അതെ. ആ ചുളിങ്ങിന്ന ഷർട്ട് വിളിക്കില്ല കേട്ടോ, ആ, മറ്റേ ആ കൺസേൺഡ് പ്രശ്നം ആവണ്ട. ഒന്നുമില്ല. ഉം, ഉം, ആ രൂപം ഉം. ഉറങ്ങിയാലും ഉറങ്ങിയില്ലെങ്കിലും പ്രശ്നമില്ല, ഭയങ്കര മുഖവും അതെ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ക്യാരക്ടർ. ഈ ആ കഥാപാത്രം പൊതുവെ ആടിലെ എല്ലാ കഥാപാത്രങ്ങളും ഒരു കൾട്ടായി മാറിയ കഥാപാത്രങ്ങളാണ്. കഞ്ചാവ് സോമനോട് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടായിട്ടുണ്ടോ? കഞ്ചാവ് സോ ഞാൻ അഭിനയിച്ച പടങ്ങളിൽ ഇപ്പൊ ഉം, എങ്ങനെ എന്നെ ആൾക്കാർ തിരിച്ചറിയുന്നതും കഞ്ചാവ് സോമൻ എന്ന് പറഞ്ഞിട്ടാ. ഉം, ഉം, ഞാനൊരു അമ്പലത്തിൽ നിൽക്കുമ്പോ ഉം, ഒരാളുടെ അവരുടെ അമ്മ ഉം. അവരെനിക്ക് തോന്നുന്നു സിനിമ ഒന്നും കാണാറില്ലെന്ന് തോന്നുന്നു, എന്നെ പരിചയപ്പെടുത്തിയത് ഇത് കഞ്ചാവ് സോമനെന്ന് പറഞ്ഞു. ഞാൻ അവര് ഞെട്ടിപ്പോയി. പേടിച്ചു വരും. അല്ല അതല്ല, ആ, ഈ ഒരേ പരിചയപ്പെടുത്തിയ സ്ഥലവും അതെ, അതെ, അതെ. അതുകൊണ്ട് മൊത്തത്തിൽ പറഞ്ഞ മൂഡ് വേറെയാണ്. അതെ, ഒരു ഉം, ഉത്സവം പരിപാടി നടക്കുമായിരുന്നു. അപ്പൊ ഇതറിയോ അപ്പൊ പുള്ളിക്കാരി അപ്പൊ അങ്ങനെ പരിചയപ്പെടുന്നത്. അപ്പൊ കഞ്ചാവ് സോമൻ എല്ലാവർക്കും അറിയാം. ഉം, ഉം, അപ്പൊ ഉം, നമ്മൾ അഭിനയിച്ച ഒരു ക്യാരക്ടറിനെ എല്ലാരും പേരിലറിയപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഉം, ഉം. ഭാഗ്യമായിട്ടാണ്. ഈ ആട് ഫസ്റ്റ് ഇറങ്ങിയല്ലോ, ഉം. അപ്പൊ അതിന്റെ തിയേറ്റർ റെസ്പോൺസ് ഈ ഇടയ്ക്ക് എങ്ങനെയോ പോപ്പപ്പ് ആയി വന്നു യൂട്യൂബിൽ. അപ്പൊ ഉം. ഞാൻ കണ്ടപ്പോ നിങ്ങളൊക്കെ തിയേറ്ററിൽ ഇറങ്ങി വരുമ്പോ ചോദിക്കുന്നുണ്ട് സിനിമ എങ്ങനെയുണ്ട്. കണ്ടോ അത്? അയ്യോ അത് ഭയങ്കര ഭയങ്കര ദിവസം അത്. ഉം. അന്ന് ആരും ചിരിച്ചില്ല തിയേറ്ററിലോ? നിങ്ങൾ തിയേറ്ററിൽ. പോയി കണ്ട തിയേറ്ററിലോ? ആ പത്മല എല്ലാവരും അന്ന് സിനിമ കാണുന്നു. ഓക്കെ, ഓക്കെ. അന്ന് എല്ലാം ഫസ്റ്റ് ഇപ്പൊ വനിതാ വിനിതയെ പോയിട്ട് അന്ന് ആ, പത്മല. അന്ന് പത്മലോ. പക്ഷെ അന്ന് ആ പടം റിലീസായിട്ട് ഉം, ഒരാളും പടം കഴിഞ്ഞിട്ട് ആൾക്കാർ ചിരിച്ചെന്നില്ല, ഇതെന്താന്ന് ഉം, ഉം, സംശയം ചോദിച്ചു. ഉം, ഇതെന്താ ഇത് ഇങ്ങനെ എന്തൊക്കെയാണ് ഉം. അന്ന്. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ദിവസം സിനിമ കാണാൻ ഭയങ്കര ടെൻഷനാണ്. അതെ, മിഥുൻ നമ്മുടെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ആ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് തിയേറ്ററിൽ പോയിട്ട് ആ ഒരു ഭയങ്കര തോറ്റുപോയി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു ഉം. എന്ന്. ഓക്കെ. ഇതിനു ശേഷം യാട് 3 കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു ഫസ്റ്റ് ദിവസം. ആ, FTFSന് പോവാറില്ല. അല്ല അങ്ങനെ ഒരു ട്രോമ ഉണ്ടോ? അല്ല ഞാൻ അഭിനയിക്കുന്ന പടത്തിൽ ഞാൻ അങ്ങനെ പോവാത്ത വേറെ ഒന്നല്ല, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ എപ്പോഴും നമുക്ക് കൂടുതൽ കാണാൻ പറ്റുള്ളൂ. ഉം, ഉം, അത് നമ്മളൊരു വോയിസ് ഉം. വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല. അതെ. അതുപോലെ തന്നെയാണ് ഓക്കെ. എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇങ്ങനെ ആം, ഭയങ്കര ആസ്വദിച്ച് കാണൽ പണിയാ. ഉം, ഈ ഉം. രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോൾ ഓക്കെ. ഈ കഞ്ചാവ് സമയം കാണുമ്പം എൻജോയ് ചെയ്യുന്നുണ്ടോ ഇപ്പം? അല്ല ഞാൻ അതിനുശേഷം ആദ്യത്തെ ദിവസമൊക്കെ എനിക്ക് ഇത്തിരി പ്രശ്നമാണ് ഓക്കെ. എന്റെ പടങ്ങളൊക്കെ. എനിക്ക് മറ്റുള്ളവരുടെ പടങ്ങളൊന്നും പ്രശ്നമില്ല. സ്വയം പെർഫോമൻസ് കാണാൻ. കാണുമ്പോൾ എനിക്ക് നമ്മുടെ ഈ മിസ്റ്റേക്ക് കുറെ എനിക്ക് മനസ്സിലാവും. ഉം, ഉം, പിന്നെ പിന്നെ ഓക്കെ ആവും. ഉം. ഈ ആട് 3 കുറെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ആ ടീമായിട്ട് റീയുണൈറ്റ് ചെയ്യാണല്ലോ. സെറ്റിലേക്ക് തിരിച്ചു പോവുക, അതേ കോസ്റ്റ്യൂം ഇടുക, ആ കഥാപാത്രത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ, ആ മൊത്തത്തിൽ മൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ ഏറ്റവും വലിയ സംഭവം എന്നറിയോ, ഞാൻ ഈ ആട് 3യുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ റിലീസിങ് ആയാലും ആട് 3 ഈ ഷൂട്ടിങ് ഇപ്പോൾ എവിടെ ചെന്നാലും എന്തേ ഉം, ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ബന്ധു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവര് ചോദിക്കില്ലേ, ഉം, തൊട്ടപ്പുറത്തെ ഇപ്പൊ എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ താമസിക്കുന്നുണ്ട് ഉം, എടത്തുവ ഭാഗത്ത് തലവടിയൊക്കെ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ തൊട്ടയൽവക്കത്തെ ആള് ചോദിക്കും, അമ്മയൊക്കെ സുഖമാണോ എന്നൊക്കെ ചോദിക്കും. നാട്ടില് എന്തൊരു അതെ, അതെ. എറണാകുളത്ത് എല്ലാവർക്കും മറ്റേ സുഖമാണോ ഉം, എന്ന് ചോദിക്കും. അതുപോലെയാണ് എന്തേ നമ്മുടെ ആടെന്ന് തുടങ്ങണേ, ഓ, ഉം, അവിടെ ഉടനെ ഉണ്ടോ,
എല്ലാരും കാണില്ലേ, ചേട്ടനുണ്ടോ ആടിന്, അങ്ങനെ ചോദിക്കും ആൾക്കാര്. ഓക്കെ. ആടിനെ കുറിച്ച് മാത്രം ചോദിക്കപ്പോഴും. അപ്പൊ ആട് റിലീസിങ് ആയപ്പോ ആകുന്നതിന് മുമ്പ് അതിന്റെ ഡേറ്റ് എല്ലാ, അതായത് സിനിമ സ്ഥിരം കാണുന്ന ആൾക്കാരൊന്നുമല്ല, 19 തീയതി ആടാണല്ലേ റിലീസ് ആണല്ലേ എന്നൊക്കെ ചോദിക്കും. അത്ര അപ്ഡേറ്റ് ആയിരുന്നു ആ പടത്തിനെ കുറിച്ച് ആൾക്കാര്. അത് നല്ലതുമാണ്, പ്രശ്നമാണ്. റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. അപ്പൊ അത് ഏതാ ഇനി പുതിയ പടം ഏതാന്ന് ചോദിക്കുമ്പോ ആട്, ആഹാ നമ്മുടെ ആട് വന്നിട്ടില്ല, അങ്ങനെ പറയുന്ന ആൾക്കാര് ചേർത്ത് പിടിച്ച പറയുന്ന ആടിനെ കുറിച്ച്. മലയാളികളുടെ ഞങ്ങളുടെ സ്വന്തമാണ് അങ്ങനെ പറയുള്ളൂ എപ്പോഴും, മറ്റുള്ള പടത്തിനെ കുറിച്ചല്ല പോലല്ല അത്. ഈ കഞ്ചാവ് സോമം വിട്ടാല് ആടിലെ ഒരു ഫേവറേറ്റ് കഥാപാത്രം ഏതാ? ഞാന് ആട് വണ്ണോട്ട് എല്ലാരും അത്യാവശ്യം എല്ലാവരുമായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഷാജി പാപ്പനുമായിട്ട് മാത്രം ഒത്തിരി കുറവ്. ഇവരൊക്കെ എല്ലാവരുമായിട്ട് ഉണ്ട്. ചെമ്പൻ വിനോദ്, ചെമ്പനും മറ്റേ വിജയ ചേട്ടനും ഡൂഡും സണ്ണിയുടെ ക്യാരക്ടറൊക്കെ ആയിട്ട്. അത് ഇപ്പൊ എന്റെ ക്യാരക്ടറിന് ഭയങ്കര എല്ലാ ക്യാരക്ടറും അവരുടെ രീതിയിൽ ഭയങ്കര വേറെ വേറെ ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ്. അവരെ ഇപ്പൊ സർവത്ത് ഷമീർ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസറും ഇന്ദ്രൻസിന്റെ ക്യാരക്ടർ ആണെങ്കിലും അല്ലേ, അവര് പല പല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിലും ചെയ്യുന്നൊക്കെ അത് അവരുടെ ഏരിയയിൽ അവര് ഭയങ്കര രസമാണ്. ഒരു കൂട്ടം മണ്ടന്മാരാണല്ലോ. എനിക്ക് അത്യാവശ്യം അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ. ശരിക്കും എന്നെ ആദ്യം വിളിച്ചത് പാപ്പന്റെ കൂടെയുള്ള ഒരു ക്യാരക്ടറിനെ വിളിച്ച ഈ പടത്തില്. അത് ആ സമയത്ത് കഞ്ചാവ് സോമം ചെയ്യുന്ന ആക്ടറിന്റെ ഡേറ്റ് ക്ലാഷ് ആയി കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് അങ്ങനെ വന്ന. അല്ല, മറ്റേത് നല്ലതാ. അവരുടെ കൂടെ ആകുമ്പോഴും നമ്മൾ വേറെ രീതിയിലായിരിക്കും. എന്നാലും ഇതൊരു ഭയങ്കര രസമല്ലേ ഇത്? ഇത് അതെ, വേറെ രസമുള്ള ഒരു ക്യാരക്ടറാ. ഈ പറഞ്ഞ പോലെ ഫുൾ മണ്ടത്തരങ്ങളാണ്, പെർഫോമൻസും ഒരു പിടി മുകളിലാണ്. അതങ്ങനെ ഒരു കാരിക്കേച്ചറിഷ് ആയിട്ട്. അപ്പൊ പെർഫോം ചെയ്യുന്ന സമയത്തെ നിങ്ങൾക്ക് ഈ ചിരി പൊട്ടുക, അങ്ങനത്തെ ബാക്കിയുള്ള പെർഫോമൻസ് കണ്ടിട്ട് ചിരിക്കുക, അങ്ങനത്തെ രസമായിരുന്നോ? അല്ല, ഞങ്ങളുടെ ടീം എന്ന് പറഞ്ഞാൽ കൂടുതലും ഞാനും ബിജുക്കുട്ടനും സണ്ണിയും ആണ്. അപ്പൊ ഞങ്ങളത് ഇപ്പൊ ഇതിനകത്ത് തന്നെ ഒരു ഹെൽത്തി ആയിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ വിതിൻ ഇപ്പൊ ഷൂട്ടിന് ചെല്ലുമ്പോ പറയും, ഇന്നലെ മറ്റേ ടീം വന്ന് പൊളിച്ചിട്ടാ, അല്ലെങ്കിൽ മനസ്സിലായോ അവര് വന്നിട്ട് തൂക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവര് വന്ന് മറ്റേ ഇത് ഇന്നലെ മറ്റേ വിനായകന്റെ സീൻ അടിപൊളിയായിരുന്നു, ഷാജി ബാബൻ ടീമും കൂടെ നല്ല തഗ്ഗരെന്നൊക്കെ പറയുമ്പോ സ്വാഭാവികമായിട്ട് ഞങ്ങളത് ഇംപ്രൂവൈസ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുമല്ലോ. അങ്ങനെയാണ് അതിനകത്തുള്ളത്. കാര്യം ഒരിക്കലും നമ്മുടെ എപ്പിസോഡ് കൊണ്ട് അവർക്ക് ദോഷം വരില്ല, മുകളിലും താഴെയും പോകില്ല. കാര്യം കഥയിൽ നിന്ന് ഞങ്ങളുടെ ഏരിയയില് നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളത്. മറ്റു മാറ്റങ്ങൾ വരുത്തുന്നില്ല. അതുപോലെ എനിക്ക് തോന്നുന്നില്ല വേഴാപ്പൂഞ്ചിരയുടെ സമയത്താണെന്ന് തോന്നുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പം സൗബിൻ കലക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കേട്ടിട്ട് എന്നാ നേരത്തെ പോയി ഓക്കെ എങ്ങനെയാ സൗബിൻ പെർഫോം ചെയ്യുന്നതെന്നൊക്കെ നോക്കാം എന്നൊക്കെ അല്ലേ? അതെ, അത് ഈ നമ്മളെ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോ ഇപ്പൊ എത്ര പടമായാലും നമ്മൾ ആദ്യത്തെ 2 ദിവസം ഭയങ്കര പ്രശ്നമായിരിക്കും അതിലേക്കൊന്ന് ഇന്നാ മാത്രല്ല നമ്മൾ ചെന്നിട്ട് ഇന്നാകാനും ഒന്ന് സെറ്റ് ചുറ്റുമായിട്ടൊന്ന് ആളുകളും മൊത്തത്തിൽ അതിന്റെയാണ്. സൗബിനെ സംബന്ധിച്ച് സൗബിനായിട്ട് നേരത്തെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ നല്ല സുഹൃത്തുമാണ്. ഞാൻ പറഞ്ഞത് സൗബിന് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടും കൂടി എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. കാര്യം ആ പടത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ നേരം ഉള്ളത്. പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ തമ്മിൽ മെന്റലി നല്ല സൗഹൃദമുള്ള ആൾക്കാരാണ്. അപ്പൊ അവിടെ ഏറ്റവും നന്നായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞത് സൗബിൻ ചെയ്യേണ്ടതും ഞാൻ ചെയ്യേണ്ടതും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമാണ്. അതെ, വലിയ ഉത്തരവാദിത്തം, രണ്ടുപേരുടെ ഉത്തരവാദിത്തം. ആ ഒരു സെറ്റും ലൊക്കേഷനും ഒരു മൂഡ് തന്നെ വേറെ ആയിരുന്നല്ലോ അല്ലേ? നിങ്ങക്ക് പേടിയുണ്ടായിരുന്നു മിന്നലടിക്കുമെന്ന്? ആ സിനിമയിൽ മാത്രമുള്ള ഭീതി, ആ സെറ്റ് അടിപൊളിയായിരുന്നു. ആണോ? ആ സിനിമയിൽ നമ്മൾ കാണുന്ന മൂഡും ഒന്നുമല്ല സെറ്റ്. അവര് ഒന്നതരം ഷാഹിം, ഇപ്പൊ അതിന്റെ ഷാജി, നിതീഷ് സാറൊക്കെ അവിടെ വർക്ക് ചെയ്ത ആൾക്കാരാ. അത് അതിന്റെ ഒരു മൂഡ് ഭയങ്കര സ്ഥലവും പിന്നെ അവരും എല്ലാം അടിപൊളിയാ. ഭയങ്കര തമാശയും ഭയങ്കര മറ്റേ ക്യാരവാനിൽ പോക്കൊന്നുമില്ലല്ലോ, അങ്ങനെ മാറിയിരിപ്പൊന്നുമില്ല. ഭയങ്കര രസമുള്ള സ്ഥലമാണ്. അതിനുശേഷം അവിടെ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞു. സ്ഥലം കാണാൻ പോകാൻ വേണ്ടി
ഈ പൊതുവെ കൊച്ചിയിൽ ഒരു വലിയ ടീമുണ്ടല്ലോ, ഇപ്പൊ മട്ടാഞ്ചേരി മാഫിയ സിനിമ തന്നെ വരുന്നു. മട്ടാഞ്ചേരി മാഫിയയില് ചാൻസ് ചോദിച്ചോ? മട്ടാഞ്ചേരി മാഫിയയില ആ അത് റഹ്മാന്റെ കൂടെ അല്ലേ? അതെ. അത് റഹ്മാനോടൊക്കെ ചാൻസ് ചോദിക്കേണ്ട ആവശ്യം ഇല്ല. കാര്യം ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും ആ റഹ്മാൻ വിളിക്കും. ലവില് നിങ്ങൾ ആ ചെയ്തതാണ്. അതെ, ഞങ്ങള് എൻ്റെ കരിക്കുമുള്ള ഫസ്റ്റ് അതെ അതെ. പടത്തിൽ ഉണ്ടേല് ഞാൻ ഒരെണ്ണം ത്രൂ ഔട്ട് ചെയ്യണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വേറെ ഒരു പടമായിട്ട് പ്രശ്നമായി പോയി, ലേറ്റ്. ഓ അങ്ങനെ. അല്ലെങ്കിൽ ഉണ്ടേലും ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു ദിവസം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. റഹ്മാൻ നമ്മുടെ ഒരു ഫേവറേറ്റ് ഡയറക്ടർ. ഇപ്പൊ കൊച്ചിയിൽ വലിയ ടീമുണ്ടല്ലോ, അമൽനീരത്. അപ്പൊ ഈ ടീമൊക്കെ ആയിട്ട് എപ്പോഴും കോണ്ടാക്റ്റിലാണോ അല്ലെങ്കിൽ ഇല്ലില്ല. അങ്ങനെയില്ല? അല്ല, എല്ലാരും അറിയാം ഇവരൊക്കെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളെൻ്റെ ഒരു പടത്തില് ഈ സകലേശാക്കിലും ബാച്ചിലേഴ്സ് പാർട്ടിലും ബാച്ചിലേഴ്സ് പാർട്ടിയില് ചെറിയൊരു ഇതും അന്ന് ഓക്കെ ഓക്കെ. അഭിനയിച്ചിട്ടുള്ളൂ. പൊതുവെ ഈ ഇമോഷൻ സീൻസ് ഒക്കെ ചെയ്ത് എന്താ പറയാ ചെയ്ത് പ്രൂവ് ചെയ്ത ആളാണ്. പക്ഷെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടെന്ന് തോന്നുന്നത് എങ്ങനത്തെ കഥാപാത്രങ്ങളായിരിക്കും? കോമഡി ചെയ്യാൻ ഭയങ്കര ഈസി ആണോ അല്ലെങ്കിൽ അല്ല, ഇമോഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ക്യാരക്ടറിനെ ചിലപ്പോ എന്നെ വിളിച്ചു കാണൂല. അല്ല ഞാൻ അല്ല അതായിരിക്കും, മനസ്സിലായോ? അത് ആയിരിക്കും എനിക്ക്. പക്ഷെ നിങ്ങക്ക് ഇപ്പൊ കിട്ടിയതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഈ ഈസി അല്ലെന്നത് ഇത് എനിക്ക് ഭയങ്കര എന്റെ ഒരു ആഗ്രഹം വരുന്നില്ല സിനിമയിൽ അവരിക്കുന്നത്. അപ്പൊ ഈസി അല്ല, ഞാൻ ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്നുണ്ട്. കാണുന്നവർക്ക് ഈസി ആയിട്ട് തോന്നിയാ ഭയങ്കര സന്തോഷം. പക്ഷെ ഈസി ഒന്നുമല്ല. നമ്മള് അതിന്റെ ടെൻഷനിലൊക്കെ ഉണ്ടല്ലോ, ഡയലോഗ് പഠിക്കലും ടെൻഷൻ, ഇത് ഏറ്റവും നന്നായിട്ട് ചെയ്യുക എന്നുള്ള സംഭവമൊക്കെ ഉണ്ടല്ലോ. നമുക്ക് തന്നെ ഫസ്റ്റ് ഈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു സംതൃപ്തി കിട്ടും. മറ്റുള്ളവര് ഓക്കെ ആടി അങ്ങനെ നല്ലതെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോ നമുക്ക് സ്വയം ഒരു സംഭവം കിട്ടും. അതാണ് അതിന്റെ ഒരു പല സ്റ്റൈലുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ ഇപ്പൊ ലിജോയുടെ കൂടെ ചെയ്തു, പറഞ്ഞ മിഥുന്റെ കൂടെ, അമൽനീരത്, ജോഷി സാറ്, അതെ പൊറിഞ്ചു, പലതരം സ്റ്റൈലുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ കംപ്ലീറ്റ്ലി ഒരു ഡയറക്ടറുടെ ആക്ടർ ആണോ? എങ്ങനെയാ അതിനെ വിശേഷിപ്പിക്കുക? അത് നമ്മളല്ല, അവരല്ലേ പറയണ്ടേ. അവര് പറയുന്നതാണ്. ഇപ്പൊ ലിജോ ചേട്ടൻ ആമയിൽ അഭിനയിക്കുമ്പോ ലിജോ ചേട്ടൻ ഫസ്റ്റ് പടം അധികം നായകൻ എന്ന പടം ഇത്രയൊന്നും ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആമേൻ സിനിമ തന്നെ എന്താണെന്ന് അറിയില്ല. കാരണം നമുക്കൊന്നും സ്ക്രിപ്റ്റ് വായിക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാം. നമ്മളഭിനയൊക്കെ നീ പോയിട്ട് അവയെ കാണുമ്പോ ചിരിക്ക്, അല്ല എഴുത്തുകൊണ്ട് കൊടുക്ക്, മനസ്സിലായോ? ഇതിന്റെയൊക്കെ ഔട്ട് ഇത്രയും വലിയ സംഭവം ഒന്നും അറിയില്ല. ഇതിപ്പോ അതാണ് ഒരു ഡയറക്ടറെ എങ്ങനെ പ്ലേസ് ചെയ്യുന്നതെന്ന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ ചിലപ്പോ 2 സീനിലൊക്കെ അതല്ല ആൾക്കാർ പറയല്ലോ അടിപൊളിയെന്ന് പറയില്ലേ, അത് ആ സിനിമ പിന്നെ ബേസിക്കലി സിനിമ കൂടെ ഹിറ്റ് ആണ്. അല്ലെങ്കിൽ നമ്മളിപ്പോ എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്നാണ് ആൾക്കാർ കാണുക എന്നുള്ള. സിനിമ ഹിറ്റ് ആകുക മെയിൻ സംഭവം. സിനിമ ഓടിക്കഴിഞ്ഞാലേ അല്ല, നമ്മളിനി ഇത് കുറവാണെങ്കിൽ പോലും ആൾക്കാർ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയും. ഇപ്പൊ പൈപ്പും ചോട്ടിൽ പ്രണയത്തിന്റെ ക്യാരക്ടറൊക്കെ ഒരുപാട് പേര് സംസാരിച്ചിട്ടില്ലേ അല്ലെ? ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തെങ്കിലും എടുത്തു പറയുന്ന കുറച്ച് കഥാപാത്രങ്ങൾ ഒന്നാണ് ഇതൊക്കെ. ഈ പൊതുവെ സിനിമ ഇല്ലാതിരിക്കുന്ന സമയത്തെ എന്താ ചെയ്യുന്നത്? പറഞ്ഞല്ലോ ഒരുപാട് തിരക്കുള്ള സിനിമകൾ അങ്ങനെ വരാറില്ല, ഒരുപാട് തിരക്കില്ല. അപ്പൊ എന്താ ചെയ്യാ? സിനിമയായിട്ട് എന്തെങ്കിലും അവസരം ചോദിക്കില്ല, ആൾക്കാരെ കാണലൊക്കെ ആയിരിക്കും. ഇപ്പൊ ആദ്യമൊക്കെ വേറെ ജോലികളും ചെയ്യായിരുന്നു, ഇപ്പൊ അങ്ങനത്തെ പരിപാടിയില്ല, സിനിമ മാത്രമല്ലേ? സിനിമ മാത്രം, അത്രേ ഉള്ളൂ. സിനിമ കാണുന്നതിന്റെ ഒരു ശീലം എങ്ങനെയാ? സിനിമ എല്ലാ പടവും അത്യാവശ്യം കാണും. ഈ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ചില സമയത്ത് കുറെ ഈ ഫസ്റ്റ് സെക്കൻഡ് ദിവസം കണ്ടില്ലെങ്കിൽ ചിലപ്പോ നമ്മൾ വിട്ടുപോകില്ലേ, അങ്ങനെ ഉള്ളു. ബാക്കി നമ്മളിപ്പോ ഇറങ്ങുന്ന സിനിമക്ക് തിയേറ്ററിൽ പോയി കാണും. തിയേറ്ററിൽ പോയി തന്നെ കാണും. സ്വന്തം സിനിമ ഫസ്റ്റ് ഡേക്ക് പോവില്ല എന്ന് മാത്രം അല്ല, അങ്ങനെ മനഃപൂർവ്വം പോകാത്തല്ല ഞാൻ പറഞ്ഞത്. നമുക്കിപ്പോ കൂടുതൽ ആളോട്ട് പോകുമ്പോൾ ഭയങ്കര ആസ്വദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ കൂടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാര്, എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നവരും കൂടി ആയിരിക്കുമല്ലോ അല്ലെ? സംസാരിക്കാറുണ്ടോ അവര് നിങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ച് ഒക്കെ? ഈ സിനിമയെ കുറിച്ച് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, ഈ സിനിമയെ കുറിച്ച് അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഒരു പരിധിക്കപ്പുറം കാര്യമില്ല. നാടകത്തിനെ കുറിച്ച് ചെയ്താൽ അടുത്ത സ്റ്റേജ് നന്നാക്കാൻ പറ്റും. ചെയ്തു കഴിഞ്ഞ സിനിമ നമ്മൾ അത് ഒരു വിഷമം ഉണ്ടാക്കണം. അത് അടുത്ത് പറഞ്ഞ ഒരു നമുക്ക് എങ്ങനെ ഭയപ്പെടുത്താം. ഇപ്പൊ അത് കുറച്ചും കൂടി രസോട്ട് ചെയ്ത് അടിപൊളിയാണ്ടോന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ല നമ്മൾ വെറുതെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇനിയൊരു അടുത്ത ദിവസം ഷൂട്ടിംഗ് ഒന്നും ഇല്ല പടത്തിന്റെ കഴിഞ്ഞ്. അല്ല അങ്ങനെ കാര്യം ഒരാളും ഒരു സിനിമയിൽ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ആ സമയത്ത് നന്നാക്കാൻ പറ്റുള്ളൂ സിനിമ. അപ്പൊ അഭിനയിക്കുന്ന ആൾ തെറ്റിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യിക്കാൻ ആ സമയത്ത് പറ്റുള്ളൂ. റിലീസായിട്ട് നമ്മൾ അതിനെപ്പറ്റി വെറുതെ ഇപ്പൊ ഡയറക്ടറോ ഒരാളോ അങ്ങനെ മോശമായിട്ട്
ഒരു പടം എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടൊന്നും വരുന്നില്ല. ചിലപ്പോൾ ടെക്നിക്കലി അല്ലെങ്കിൽ ചില സാഹചര്യം കൊണ്ടൊക്കെ ചില പടങ്ങളൊക്കെ ഷൂട്ടിങ്ങിന്റെ സമയത്തോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനൊന്നും. അപ്പൊ ഈ റിവ്യൂസ് കേൾക്കുമ്പം എന്താ തോന്നാ? റിവ്യൂസ് ഒക്കെ അവരുടെ അഭിപ്രായമല്ലേ. ഇപ്പൊ ഞാൻ ഒരാളെ സിനിമ കാണാൻ പോകുമ്പോഴേ, ഞാനിപ്പോ 6 മണിക്കത്തെ ട്രെയിനിന് എനിക്ക് പോകണം, അല്ല 6:15 ട്രെയിൻ എന്ന് വെച്ചോ. ഞാനൊരു മാറ്റിനിക്ക് പോയി കഴിഞ്ഞാൽ പടം എനിക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അല്ല, ഞാൻ ആ സമയത്ത് റെഗുലർ ഷോയുടെ സമയം പറഞ്ഞ ഒരു 3 മണിക്കത്തെ ഷോയ്ക്ക് കയറി കഴിഞ്ഞാൽ എനിക്ക് 6:15 ട്രെയിനിന് പോകേണ്ട ഒരാള് പോകണം, നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ തന്നെ പല കാര്യങ്ങള്. എല്ലാത്തിനും എക്സാമ്പിൾസ് പറയോ? അല്ല, എക്സാമ്പിൾ അല്ല, തോന്നിട്ടില്ലേ? ഇപ്പൊ ഞാനൊരു സിനിമ എനിക്ക് കാണാൻ പറ്റും, എനിക്ക് സിനിമ കാണാൻ പറ്റും. OTT സിനിമ കണ്ടു, ആ പടം കണ്ടു, മറ്റു പടം കണ്ടു. പക്ഷെ അത് ഞാൻ ആസ്വദിക്കുന്ന കാര്യം പറഞ്ഞത്. നമ്മളൊരു റിവ്യൂ ചെയ്യുന്നവര് അത് അവര് പറയുന്നത് ഇത് ഞങ്ങളുടെ മാത്രം റിവ്യൂ ഒന്നും അവരുടെ മാത്രമാണല്ലോ. പക്ഷെ സ്വാഭാവികമായിട്ടും ഒരു സിനിമ കണ്ട് പ്രേക്ഷകർക്ക് പറയാലോ, കാരണം സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെയാണ്. അല്ല, ഞാൻ പറഞ്ഞ കുറ്റം പറയാൻ പാടില്ലെന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞതേ, ഞാൻ സിനിമയെ കുറിച്ച് പറയുന്ന കാര്യം പറഞ്ഞത്, ആൾക്കാരുടെ കാര്യമല്ല പറഞ്ഞത്. അപ്പൊ സിനിമ തിയേറ്ററിൽ കാശ് കൊടുത്ത് കാണുന്നവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇല്ലേ? ഞാൻ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഞാൻ അഭിപ്രായം പറയില്ലേ? അന്നദാനത്തിനൊക്കെയാണ് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രീ ആണെങ്കിൽ. അപ്പൊ അത് പറയും, തെറ്റൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ സിനിമ ഈ പറഞ്ഞത് ടെക്നിക്കലായ കാര്യങ്ങളാണ് പറഞ്ഞത്. സിനിമ ചിലപ്പോ മോശം, പക്ഷെ സിനിമ ചെയ്യുന്ന ആൾക്കാര് അത് അവര് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കണം. എന്നാലേ ആ സിനിമ മാത്രമല്ല, ഇപ്പൊ ഡയറക്ടറെ സംബന്ധിച്ച് അവർക്ക് അടുത്ത വർക്ക് കിട്ടുള്ളൂ. അഭിനയിക്കുന്നവര് ചിലപ്പോ അടുത്തൊരു പടം കൂടെ ഇറങ്ങി ചിലപ്പോ വർക്കായിട്ട് പോവും നമ്മള്. പക്ഷെ ടെക്നിക്കലും പിന്നെ ടെക്നീഷ്യൻസ് പിന്നെ വെയിറ്റ് ചെയ്യാന്ന്, പിന്നെ എത്ര നാൾ നടന്നിട്ട് അടുത്ത പ്രൊജക്ട് ആകുന്നതൊക്കെ അവർ മാക്സിമം നന്നായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ പാളിച്ചകളൊക്കെ സംഭവിക്കും. ചിലപ്പോൾ OTT ചിലപ്പോൾ വർക്കൗട്ട് ആവും, ചില പടങ്ങൾ ഓടിയില്ലെങ്കിലും അയാൾ കൊള്ളട്ടെ, ആ പടം നല്ല കണ്ടെന്ന് പറയുന്ന ആൾക്കാർ ഇല്ലേ? അതെ, ഇപ്പൊ പലരും ചില സിനിമ ഇറങ്ങുമ്പോൾ തന്നെ ഇത് OTT-യിൽ കാണാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഒരു ശീലം കൂടെ ഉണ്ടല്ലോ. അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇല്ലില്ല, OTT നമ്മൾ കാണുന്നത് തിയേറ്ററിൽ നിന്ന് പോകുന്ന പടങ്ങൾ ഞാൻ കാണുന്നത്. തിയേറ്ററിലുള്ള പടങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണും. തിയേറ്ററിൽ കാണേണ്ട അതിന്റെ മിക്സിംഗ് ആണെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഞാനത് വിചാരിച്ചെന്നറിയോ, ഈ സീരീസ് ഇല്ലേ, സീരീസ് ഞാൻ റിവ്യൂ ഷോ കാണാറുണ്ട്, ചില സീരീസ് ഒക്കെ. അത് പക്ഷെ ആ ഒരു സംഭവം ചിലപ്പോ നമുക്ക് വീട്ടിൽ കാണുമ്പോ അത്ര നമുക്ക് വീട്ടിൽ നിന്ന് അത്ര ക്ഷമയുണ്ടോ സംശയമുണ്ട് ചില കാര്യങ്ങൾക്ക്, ഇല്ലേ? പലതിലും കോൺസെൻട്രേഷൻ അതിൽ തന്നെ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, അങ്ങനെ കാണുന്ന ആൾക്കാർ കാണും, പക്ഷെ വലിയൊരു ശതമാനത്തിന് അത്രയും കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല. അതുകൊണ്ട് പല പണിക്കും പോകും. നമുക്ക് മൊബൈൽ ഫോൺ വരും, ആരെങ്കിലും വരും. പൊതുവെ ഞാൻ ഈ പല ഇന്റർവ്യൂസിലും ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പം പണ്ട് ചെയ്ത ജോലികൾ അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നു എന്ന് പറയും. സിനിമയിലേക്കുള്ള സ്ട്രഗിൾ ഒന്നുമില്ല, ശ്രമം, അങ്ങനെ എല്ലാം ഭയങ്കര ലാഘവത്തോടെ അത് വിട്ടുകളയുക എന്നുള്ള സാധനം ഉണ്ടല്ലോ. അതെങ്ങനെയാ അങ്ങനെ ആ ക്യാരക്ടർ? അത് നമ്മളെ ഈ ഇപ്പൊ ആൾക്കാർ പറയേ എളിമെന്നല്ല. ഇപ്പൊ ഞാൻ ഗൾഫിൽ ജോലിക്ക് പോയി, ഞാൻ പോകുന്നത് ബാങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയാന്ന് വെച്ചു, ഉദാഹരണം പറയില്ല, ഞാനത് പറയാ, അതല്ലേ ഞാൻ പറയാ, ഞാൻ പോവാന്ന് വെച്ചു. ആ പോണ ഞാൻ ഏതെങ്കിലും മരുഭൂമിയിൽ ജോലിക്ക് പോയാ അതൊരു കഷ്ടപ്പാടെന്ന് പറയാം. ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ മറ്റേതില്ലായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ആളാ. അപ്പൊ ഞാൻ ചിലപ്പോ കഷ്ടപ്പെടുന്നതൊക്കെ അത് ഞാൻ കഷ്ടപ്പാട് കൂട്ടിയിട്ടില്ല, അതുകൊണ്ടാ പറയുന്നത്. ഞാൻ യാദൃശ്യമായിട്ട് സിനിമ വന്നതല്ലോ, വീട്ടുകാർ നിർബന്ധിച്ചിട്ട് തന്നെ സിനിമയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെടാ പറയാ, എന്ത് തലവെന്നും പറയേണ്ട വീട്ടുകാര് പറഞ്ഞ കണ്ട അല്ലെങ്കിൽ എനിക്ക് അന്നേ വല്ല ജോലിയും കിട്ടി ഞാൻ പോയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കഷ്ടപ്പെടുന്ന അതിനുള്ള ഒരു ഘട്ടത്തിൽ നമുക്കൊരു വരുമാനമൊക്കെ വരുമ്പോ കഷ്ടപ്പാടൊക്കെ മറന്നോളൂ ആൾക്കാർ. ഈ സിനിമയിൽ വന്ന ശേഷം എനിക്ക് തോന്നുന്നു 18 വർഷം അല്ലേ സാഗർ ഇലിയാസ് ആക്കി കഴിഞ്ഞിട്ട് 18 വർഷമായി, പക്ഷെ ടോട്ടലി 20 വർഷത്തോട് അടുക്കുന്നു ആയിക്കണം. സിനിമക്കാരനായ ശേഷം ലൈഫിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്താ? സിനിമക്കാരനെ ലൈഫിലുണ്ടായ മാറ്റം നമുക്ക് പൊതുവെ നമ്മള് പണ്ട് ബസ്സിൽ പോയ സ്ഥലത്ത് ബൈക്കായി, കാറായി, പിന്നെ നമ്മളെ ആൾക്കാർ തിരിച്ചറിയുന്നു. നേരത്തെ ഉള്ള കുറച്ചും കൂടെ എപ്പോഴും നല്ല എനിക്ക് സന്തോഷമാണ്. ഞാൻ
നമുക്ക് ആഗ്രഹിച്ച സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം കൊണ്ട് എനിക്ക് ഹാപ്പിയാ. മാറ്റമാണ് എപ്പോഴും. എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നു. എനിക്ക് ഇഷ്ടമുള്ളത് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പണ്ട് നമ്മള് പറയില്ലേ, ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് അങ്ങോട്ടും ഷർട്ടൊക്കെ മാറ്റിയിട്ടൊക്കെ പോകുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെയായിരുന്നു. ഷൂ ഒക്കെ മാറ്റിയിട്ടില്ല. ഞായറാഴ്ച ഞാൻ ഷൂ ഇട്ടോ. ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാവർക്കും ഷൂ ഒന്നും കാണൂല. അപ്പൊ ഇപ്പൊ നമുക്ക് അങ്ങനെയൊന്നുമല്ല. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചിലപ്പോ പണ്ട് നമുക്ക് ഭയങ്കര വിലയാന്നൊക്കെ പറഞ്ഞ സംഭവം നമുക്ക് മേടിക്കാൻ പറ്റും. പണ്ടത്തെ ഫ്രണ്ട്സ് ഇപ്പോഴും കൂടെ ഉണ്ടോ? അത് ഞാൻ അവിടെ തന്നെയല്ലേ താമസിക്കുന്നത്. എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആണല്ലേ? അതെ, എല്ലാവരുമായിട്ടും കണക്റ്റഡ്. അതേ ഞാൻ പറഞ്ഞ ആ സൗഹൃദം ഒക്കെ നമുക്ക് പല കാര്യത്തിനും ഉപകാരപ്പെടും. കാര്യം അവര് പറയുന്ന തമാശകളും മനസ്സിലായ ഒബ്സർവ് ചെയ്യാം. അല്ല, അവരൊക്കെ ഞാൻ പറഞ്ഞത് അവരുടെ ജോലിയായിട്ടൊക്കെ വൈകുന്നേരം കാണുമ്പോഴുള്ള തമാശകളും എല്ലാം അത് നമുക്ക് നമ്മൾ ചെയ്ത ജോലി. ഞാൻ സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല പല ഭാഷ, പല പല ആൾക്കാര്, ഇപ്പൊ ഞാൻ പറഞ്ഞ സ്ലാങ്ങുകളൊക്കെ അല്ലേ, അതൊക്കെ പല രീതിയിൽ നമുക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്. ഈ സെയിൽസ് വർക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ടാണോ മൂന്നാറിലേക്കൊക്കെ വന്നിട്ടുള്ളത്? അതെ. ഞാൻ ഓൾ കേരള വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഓരോ സ്ഥലത്തെ ഭാഷകളും. ഇപ്പൊ എറണാകുളത്ത് തന്നെ 2-3 ഭാഷയുണ്ട്. ഈ കണ്ണമാലിൽ പറയുന്ന ഭാഷയല്ല മട്ടാഞ്ചേരി തോപ്പുമുടി പറയുന്നത്. തൃപ്പൂണിത്തുറ പറയുന്നത് വേറെ, ആലുവയിൽ വേറെ ഭാഷ. മനസ്സിലായി, ഭാഷ എന്ന് പറഞ്ഞാൽ ആ സ്ലാങ് വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ ഇപ്പൊ തൃശ്ശൂര് തന്നെ അങ്കമാലി അല്ല, ചാലക്കുടി അല്ല തൃശ്ശൂര്, ഈ കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ പറഞ്ഞൊക്കെ വ്യത്യാസമുണ്ട്. വാക്കുകളൊക്കെ വ്യത്യാസമുണ്ട്. അതൊക്കെ നമ്മൾ യാത്ര ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസിൽ അറിയുന്ന കാര്യങ്ങളാണ്. ഈ പണ്ട് തൊട്ടേ സിനിമയായിരുന്നല്ലോ ഇഷ്ടം. അപ്പം സിനിമയിലേക്ക് തിരക്കാവുന്നതിന് അതിന്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്നു, മീൻസ് അങ്ങനെയാണല്ലോ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ജോലി ചെയ്യുമ്പോ ഒരു ദേഷ്യം തോന്നോ, അല്ലെങ്കിൽ ഒരു മടുപ്പ് തോന്നോ, ഇഷ്ടമില്ലായ്മ തോന്നുമോ? ഇല്ലില്ല, അത് കാര്യം ഞങ്ങൾ സാധാരണ ഒരു ഫാമിലി ആയിരുന്നു. അച്ഛൻ TCCയിലായിരുന്നു, ട്രാവൻകൂർ കൊച്ചി കെമിക്കൽസ്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രമല്ല, എനിക്ക് എൻ്റെ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കൂടെ ജോലി ചെയ്യേണ്ടത് ഒരു ആവശ്യമായിരുന്നു. കൂട്ടുകാരുടെ കൂടെ നമ്മൾ ജോലിക്ക് പോകില്ലേ, അത് പോക്കറ്റ് മണിയും എന്നാ അതല്ലായിരുന്നു ലക്ഷ്യം സത്യത്തിൽ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ വെറുതെ ഒരു ലക്ഷ്യം, ഇപ്പൊ നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതിപ്പോ സിനിമയിൽ അഭിനയിച്ചോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ബോറടിക്കല് ശരിക്കും പറഞ്ഞ കാര്യം. നമ്മള് അത് എത്തായിരിക്കും പിന്നത്തെ കാര്യം അതുകൊണ്ടല്ല. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ട്. ചിലപ്പോ നമ്മള് ഈ ചില അനാവശ്യ കാര്യങ്ങളിൽ പോകുമ്പോ നമ്മൾ അതിൽ നിന്ന് പുറകോട്ട് മാറുക, ചിലപ്പോ നമ്മള് ഹെൽത്ത് ശ്രദ്ധിക്കും. മനസ്സിലായോ? അങ്ങനത്തെ കാര്യം. അപ്പൊ ഈ ജോലിയും അങ്ങനെ തന്നെ. ചിലപ്പോ നമുക്ക് നല്ല ഡ്രസ്സ് എടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ നമുക്ക് പോക്കറ്റ് മണി വേണം അത്യാവശ്യമായിട്ട്. അന്ന് വീട്ടിൽ ചോദിക്കാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ എല്ലാ ജോലിയും നമ്മള് അത്യാവശ്യം എല്ലാ ജോലിയും ചെയ്യാറുണ്ട്. ഈ വീട്ടില് പ്രഷർ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ? കുടുംബം നോക്കണം, പൈസ വേണം. അല്ല, സ്വാഭാവികമായിട്ട് അവർക്ക് പ്രഷർ ചെയ്യുമല്ലോ. ഇപ്പൊ മറ്റൊരു കണ്ടോ, അവന്റെ പ്രായമുള്ള ആള് കണ്ടില്ല, അവൻ അവിടെ ജോലിക്ക് പോയി, അത് സ്വാഭാവികമായിട്ട് ചെയ്യും. പിന്നെ അന്നത്തെ കാലത്ത് സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ അതൊന്നും സാധാരണക്കാർക്ക് സിനിമയിൽ വന്നിട്ടുണ്ട്, പക്ഷെ എന്നാൽ പോലും എങ്ങനെയാന്ന് അറിയില്ല, പാടാ. അതിന് മാത്രം കഴിവൊന്നും ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല, അതാണ് സത്യം. ഇപ്പൊ ഞാൻ ചെറുപ്പം തൊട്ട് സ്കൂളിലോ അല്ലെങ്കിൽ കലോത്സവത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശികമായിട്ട് സ്റ്റേജ് പെർഫോമർ ഒക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. ഇതൊന്നും ചെയ്യാത്ത ഒരാളെ എന്റെ ആകെയുള്ളൊരു പരിപാടി സിനിമയിൽ അഭിനയിക്കണം. അല്ലെങ്കിൽ ബാക്കി ചില ആൾക്കാരില്ലേ, ഒരു ചെറുപ്പം തൊട്ട് ഇപ്പൊ സ്റ്റേജിൽ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ പല പല കഴിവുള്ള ആൾക്കാർ. ചില ആൾക്കാർ നന്നിട്ട് നല്ല ഇത് പഠിക്കാൻ പോയ ആൾക്കാരുണ്ട്, നന്നിട്ട് വരയ്ക്കുന്ന ആൾക്കാരുണ്ട്. എന്തെങ്കിലും അവൻ മിടുക്കനുണ്ടെന്ന് പറയും. പക്ഷെ ഇതൊന്നുമില്ല, സ്കൂളിലോ വേറെ സ്ഥലത്തോ ഒന്നും ഞാൻ പെർഫോം ചെയ്തിട്ടില്ല. പക്ഷെ അച്ഛന് നാടകം ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു, ബാലെ ട്രൂപ്പായിരുന്നു. അപ്പൊ അവിടെ ഇല്ല, അവരുടെ കൂടെ ഒക്കെ പോയിട്ടുണ്ട്, പക്ഷെ പെർഫോം ചെയ്തിട്ടില്ല. ഇല്ല. അന്ന് അച്ഛന്റെ കൂടെ ഒക്കെ ഈ സാജൻ പള്ളിച്ചേട്ടൻ അവരൊക്കെ സാജനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അഭിനയിച്ചിട്ടൊന്നുമില്ല. അച്ഛന്റെ ബേബി ആ അഭിനയം അതായിരിക്കുമല്ലേ ഉള്ളിൽ കിടന്നത്? അല്ല, അത് ഞാൻ ചില ആൾക്കാര് നമ്മള് പറയില്ലേ, ഉദാഹരണം അതോ ഓർമ്മ. ഉദാഹരണത്തിനല്ല, ഈ ഞാനും പറയും, ചില ആൾക്കാര് പറയേ നിങ്ങൾക്ക് മറ്റേ അച്ഛൻ നാടകമാണല്ലോ, ബാലല്ല.
ചിലപ്പോ നമ്മളിലൊരു കല തുടങ്ങണം നമ്മളിൽ നിന്നായിരിക്കും. അത് അങ്ങനെ ശരിയാ. ആസ്വദിച്ചാൽ പോരെ. ചില ആൾക്കാർ ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഇല്ല അതെ, അതെ. എന്നൊക്കെ പറയും. അങ്ങനൊന്നും വേണ്ട, ആരും വേണമെന്നില്ല. മമ്മൂട്ടിയുടെ കുടുംബത്തിലൊന്നും ആ ആരും അങ്ങനില്ല. അതെ. ചിലപ്പോ നമ്മളിൽ നിന്ന് തുടങ്ങിയാ പോരെ. അല്ല അച്ഛൻ ഫൗണ്ടർ ആയിക്കോട്ടെ. അല്ല അച്ഛൻ അഭിനയിക്കുമായിരുന്നല്ലോ, മീൻസ് നാടകം ചെയ്യുമായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ ഞാൻ. ഇത് ശരിക്കും നമ്മളൊരു തിരിച്ചറിവും നമ്മുടെ ഒരു അധ്വാനവും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അതെ അല്ലേ? അത് പോളിഷ് ചെയ്ത് ആഗ്രഹമൊക്കെ ഭയങ്കര മെയിൻ സംഭവം. ഇത് ശരിക്കും എനിക്ക് സിനിമ രക്ഷപ്പെടാനുള്ള സ്ഥലമൊന്നുമല്ല. ആൾക്കാർ വേറെ പരിപാടിയൊന്നും ഇല്ല. സിനിമ അങ്ങനൊന്നുള്ള സ്ഥലമല്ല സിനിമ. ഷോർട്ട് കട്ടുകളും ഇല്ല സിനിമയ്ക്ക്. സിനിമയ്ക്കെന്നല്ല ഒരു കാര്യത്തിന് ജീവിതത്തിൽ ഷോർട്ട് കട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ കയറി അവരെ പിടിച്ചിട്ട് ഇങ്ങനെ കയറാന്നൊക്കെ സച്ചിൻ ടെണ്ടുൽക്കർ വിരമിക്കൽ പ്രസംഗത്തിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സക്സസിലേക്ക് ഷോർട്ട് കട്ടുകളില്ല, അല്ല ഹാർഡ് വർക്കിംഗ് മാത്രം. അപ്പൊ അത് പണിയെടുക്കുക. ചിലപ്പോ നമ്മൾ ചെയ്യുന്ന അധ്വാനിക്കുമ്പോഴേ ചിലപ്പോ നമ്മുടെ വഴികളൊക്കെ അങ്ങോട്ടും ഇങ്ങനെ വളഞ്ഞു പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ലേറ്റ് ആകുന്നു. പക്ഷെ അവസാനം നമ്മൾ എത്തും. അതാണ് ഇതെങ്കിലും അത് നമ്മൾ തിരിച്ചറിയുന്ന ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ നമുക്കൊരു ഒരു ആഗ്രഹം അഭിനയിക്കാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പുറത്ത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് അഭിനയിക്കാൻ പറ്റും. അഭിനയിക്കാൻ ഞാൻ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അറിയാം അവർ ചിരിക്കുന്നുണ്ടോ. അങ്ങനെ നമ്മള് പിന്നെ ഒരു പ്രത്യേകിച്ച് പിന്നെ എന്നെ കൊണ്ട് വേറെ പരിപാടിയൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതും കൂടെ ഉണ്ട്. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നല്ലോ. അല്ല അങ്ങനല്ലേ പറഞ്ഞത്. എന്നെ പ്രഷർ വീട്ടുകാർക്ക് കൂടുതൽ പ്രഷർ ചെയ്തിട്ട് എന്നെ അങ്ങോട്ട് വിടാനൊന്നും പറ്റാൻ വേണ്ടി ഞാൻ ഭയങ്കര ക്വാളിഫൈഡ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടും കൂടെയാണ് എനിക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത്. വീട്ടുകാർക്ക് ഇഷ്ടമുള്ള കഥാപാത്രം ഏതായിരിക്കും? അമ്മയ്ക്കൊക്കെ? അമ്മയ്ക്കൊന്നും അങ്ങനൊന്നും എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആണോ? ഇറങ്ങുമ്പോ പോയി അമ്മയൊക്കെ കാണാറുണ്ടോ? അമ്മയൊക്കെ ടി വിയിലൊക്കെ വരുമ്പോൾ കണ്ടിട്ടുള്ളൂ. ആണോ? അങ്ങനെ എന്നെ നീ നന്നായി ചെയ്തു മോനെ എന്നൊന്നും പറയലില്ല. അമ്മയൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. നമ്മള് ഭയങ്കര സിനിമാകാരനാണല്ലോ. അമ്മ എന്താ ഇനി ഏതാ ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇനി എന്നാ പോണ ഇനി അപ്പൊ വീട്ടുകാര് അമ്മക്കൊക്കെ ഇനി അടുത്ത വർക്ക് ഏതാന്നുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതായിരിക്കും. പറഞ്ഞു എന്താ 30-ാം തീയതിക്ക് ഞാൻ റേഷൻ സാധനം മേടിച്ചോട്ടാ അതെ. അതല്ല ഇനി എന്നാ പോണേ, ഏതാ വർക്കെന്നൊക്കെ ഏതാ പരിപാടി ചോദിക്കും. നമ്മൾ വിചാരിക്കും ഇവരുടെയൊക്കെ ആകാംക്ഷ ഭയങ്കര. അങ്ങനെ ചോദിക്കാറില്ല ആരുടെ സിനിമ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത്? പക്ഷെ അവർക്ക് ഇഷ്ടമാണ് അല്ലേ? ഇല്ല ഇപ്പൊ അമ്മ 2-3 വർഷം ഇപ്പൊ ബെഡ് റിഡൻ ആണ്. അല്ല അതിന് മുമ്പത്തെ കാര്യം പറഞ്ഞു. ഭയങ്കര തമാശക്കാരൻ കേട്ടോ. ചിരി വരും. ഇത് തമാശല്ല, ഇത് വീട്ടുകാരിങ്ങനെ പൊതുവെ കഥകൾ പ്രസന്റ് ചെയ്യുമ്പോഴേ. അല്ല എന്റെ അടുത്ത് എന്റെ അമ്മക്ക് ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ പറയുമായിരുന്നു. ഞാൻ എന്റെ അമ്മ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞു ഞാൻ ബാഗ് ടൂർ പോകാൻ. അപ്പൊ അമ്മ ഞാൻ മൂന്നാർ പോവാന്ന് പറഞ്ഞു. അമ്മ ഞാൻ മൂന്നാർ പോവാം. അപ്പൊ ഈ വയസ്സുകാലത്ത് വല്ല എന്തിനാ വേറെ തണുപ്പുള്ള സ്ഥലത്ത് പോകണെന്ന് എന്റെ പേര്. അല്ലാതെ ആഹാ ഇപ്പൊ പോയല്ലേ എന്നും പറഞ്ഞു നീ വയസ്സുകാലത്ത് എന്തിനാ ഈ തണുപ്പുള്ള സ്ഥലത്ത് പോകണെന്ന് നിങ്ങളെല്ലാം കൂടെ. അല്ല അങ്ങനെ പറയുള്ളൂ അമ്മ. അത് പറഞ്ഞ ഈ കാര്യമൊക്കെ പറയുന്നത് അങ്ങനെ തന്നെ. മറ്റേ ചന്തുവിന്റെ ഡയലോഗ്സ് ഒക്കെ വടക്കം വീരഗാഥ അല്ലെ മമ്മൂട്ടി ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ സ്വയം പറഞ്ഞു നോക്കുമായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട്. ഇപ്പോഴും അങ്ങനത്തെ ശീലങ്ങളുണ്ടോ? മറ്റ് ഏതെങ്കിലും സിനിമയിൽ ഭയങ്കര ഡ്രമാറ്റിക് ഡയലോഗ്സ് ഒക്കെ വരുമ്പോൾ ഒന്ന് പറഞ്ഞു നോക്കുക. അല്ല നമുക്ക് ചിലപ്പോ സിനിമ കാണുമ്പോ നമ്മള് കൂടെ അത് അഭിനയിച്ചു നോക്കാറുണ്ട്. അത് നമ്മുടെ മനസ്സിൽ കിടന്നിട്ടേ കാര്യം അവര് ചെയ്തേക്കുന്ന ഭയങ്കര ഗംഭീരമായിട്ടൊക്കെ ചില പടങ്ങളിലൊക്കെ ചെയ്യില്ലേ. അപ്പൊ നമ്മളിങ്ങനെ ഒന്ന് ഇത് എങ്ങനെ ചെയ്തെന്നുള്ള സംഭവത്തിലൊക്കെ ചെയ്ത് നോക്കൂല്ലേ. ചന്തുവിന്റെ ഡയലോഗ് എന്ന് പറയോ? അപ്പൊ എനിക്കറിയില്ല. അല്ലല്ല അല്ല ഞാനതേ പണ്ട് മിമിക്രി വഴിയ സിനിമയിലേക്കുള്ള ഒരു വഴി. അപ്പൊ എന്നോട് ഇപ്പൊ അന്നൊക്കെ ചാൻസ് ചോദിച്ചൊരു ഡയറക്ടർ നാടകമില്ല മിമിക്രി അറിയാമോ, മിമിക്രി പോയി പഠിക്കണമെന്ന് പറയാം. അപ്പൊ മിമിക്രി ചെയ്യുന്ന അന്ന് എറണാകുളത്ത് എല്ലാവരും മിമിക്രി ചെയ്യും. കൂട്ടിടിച്ച മിമിക്രിക്കാരായിരിക്കും. വെറുതെ പോണവർക്ക് മിമിക്രി എന്ന് പറയും. അതായത് 2-3 നടന്മാരുടെ ഡയലോഗ് അതുപോലെ ഒരാളാ ഞാൻ. അന്ന് ഈ വടക്കൻ വീരഗാഥയിലെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ മമ്മൂക്ക പറഞ്ഞ ലോകത്ത് എല്ലാവർക്കും അറിയാം, എല്ലാ മലയാളികൾക്കും അറിയാം. അതെന്റെ ശബ്ദത്തിലായാലും താത്തി ശബ്ദത്തിൽ പറഞ്ഞാലും അല്ല അങ്ങനൊന്നും എനിക്കറിയില്ല. ചുമ്മാ ഇല്ല ഞാനത് ഏതെങ്കിലും ഒരു മിമിക്രി ഈ മിമിക്രി അല്ല എനിക്കറിയില്ല. ഞാൻ
ഒരു നല്ല മിമിക്രിക്കാരൊന്നും ആയിരുന്നില്ല. അല്ല വേണ്ട, നമുക്ക് നല്ലത് വേണ്ട. അല്ല ഞാൻ പറഞ്ഞേ, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മിമിക്രിയും നാടകവും ഒക്കെ കളിച്ച ഒരാളാണ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി. അല്ലാതെ ഞാനൊരു ഒരു നല്ല അത്ര നല്ല നാടകക്കാരനാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, മിമിക്രിക്കാരനാണ് ഒട്ടുമല്ല. അതുകൊണ്ട് പറഞ്ഞ കാര്യം നല്ല അതൊരു നല്ലൊരു കലയാണ്, ആൾക്കാരെ ആസ്വദിക്കുന്ന ഒരു ഏരിയയാണ്. ഈ പൊതുവെ പണ്ടത്തെ സിനിമയിൽ പോലെ ഇപ്പൊ അങ്ങനത്തെ ഡ്രമാറ്റിക് ഡയലോഗുകളൊന്നും ഇല്ലല്ലോ, വളരെ അപൂർവമായിട്ട് അങ്ങനത്തെ സിനിമകൾ ഇറങ്ങുന്നുള്ളൂ. അങ്ങനെ പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? അതിപ്പോ ഞാൻ വടക്കൻ വീരകഥയിലെ കാര്യം പറഞ്ഞ ആ ഡയലോഗ് നമ്മൾ നോർമലി പറഞ്ഞാൽ വർക്കാവൂല. ഇല്ല, അതിനൊരു ഡ്രാമ ഉണ്ട് ഇതിനൊക്കെ അല്ലെ, വടക്കൻ പാട്ട് കഥകൾ അങ്ങനത്തെ ചരിത്ര പടങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞാല് പഴശ്ശിരാജയിലെ ഡയലോഗൊക്കെ നമുക്ക് നോർമലായിട്ട് പറഞ്ഞാൽ നമ്മൾ അത് അങ്ങനെയും ചെയ്യണം. എന്നാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ വേണം. ആ സിനിമയ്ക്ക് എന്താ ആവശ്യം വെച്ചാൽ അതാണ് ചെയ്യുക. അത് ഡയറക്ടറിന്റെ ഭാഗത്താണോ. ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമ ഏതൊക്കെയാ? നോബഡി ഉണ്ട് അല്ലേ? വേറെ ഒന്നുമില്ല. വേറെ ഒരു പടമുണ്ട്, അത് ഷൂട്ടിങ്ങിന് 2 ദിവസം ഉണ്ട് കാലിക്കറ്റ്. അതേതാ? അതിന്റെ പേര് കമോണ്ട്ര മകേഷ് എന്നായിരുന്നു. കറക്റ്റ് ആയിട്ടില്ല. ഒരുപാട് സന്തോഷം. ഉദാഹരണങ്ങൾ സഹിതം ഉദാഹരണം സുധീന്ന് പേരിടേണ്ടി വരും. ഈ കുഞ്ഞിലെ ഉദാഹരണം പറഞ്ഞ് ശീലിച്ചതാണ്. അല്ല, ഞാനേ ഈ ആളുകൾ ഇങ്ങനെ ഓരോന്നിന് പറയേ, അല്ല ഞാൻ അതുകൊണ്ട് പറഞ്ഞത്, ഇപ്പൊ കഷ്ടപ്പാടാന്നൊക്കെ പറയുമ്പോ നമ്മളൊക്കെ എല്ലാരും കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അല്ല, അത്രയും നല്ല നന്നായിട്ട് പഠിച്ചിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? ഭയങ്കര നല്ല എഞ്ചിനീയേഴ്സ് ഒക്കെ ഹൈവേയുടെ പണിക്കൊക്കെ നിൽപ്പുണ്ട്, വെയിലും കൂടി. അല്ല, അത്രയും ശമ്പളമൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ രീതിയിൽ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുമ്പോഴും അല്ലെങ്കിൽ രാഷ്ട്രീയമൊക്കെ ഇപ്പൊ പൊളിറ്റിക്സ് ആണെങ്കിൽ ഓരോ ജോലിക്ക് ഓരോ രീതിയുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾക്ക് വെയിലെന്ന് പറയാൻ പോലെ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നത് ഭയങ്കര എല്ലാവരുടെയും വിചാരം ഭയങ്കര സുഖമുള്ള അങ്ങനൊന്നുമല്ല. അതിന് കിട്ടുന്ന വരുമാനമൊക്കെ നല്ല സുഖമുള്ള, നമ്മൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ചെയ്യേണ്ടി വരും. അതാണ് ആ ജോലിയുടെ രീതി. അതെല്ലാരും ചെയ്യുന്നോണ്ടാണ് ഇപ്പൊ വലിയ നിൽക്കുന്ന നടന്മാരൊക്കെ അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ തന്നെ ഇപ്പൊ നമ്മൾ വിചാരിക്കൊണ്ടൊന്നുമില്ല അല്ലേ? ഓടുകയാലും വെയിലത്തായാലും വെള്ളത്തിലായാലും ഒറിജിനലായിട്ട് തന്നെ ചെയ്യണം. എല്ലാരും ഡൂപ്പെന്ന് പറഞ്ഞാൽ പോലും അതിന്റെ പല കാര്യങ്ങളും ചിലപ്പോൾ ഒറിജിനലായിട്ട് തന്നെ ചെയ്യേണ്ടി വരും അല്ലേ? അതാ പറഞ്ഞ, അങ്ങനെ എളുപ്പമുള്ള പരിപാടിയൊന്നുമില്ല. പിന്നെ എളുപ്പത്തിൽ വന്നിട്ട് ഇപ്പോ എല്ലാരും പറയുന്ന പോലെ ചില ആൾക്കാരൊക്കെ പറയും, പിന്നെ എന്തോ സിനിമയിലല്ലേ കൈ കാശ് അങ്ങനെ ചെല്ലുമ്പോ തന്നെ കിട്ടുന്നൊന്നുമില്ല സിനിമയില് റെമ്യൂണറേഷൻ. എത്രയോ ചെയ്തിട്ടാണ് അവർക്ക് ഇപ്പൊ അത്രയും വലിയ അവരത്രയും വലിയ പൊസിഷൻ നിൽക്കുന്നതും അത്രയും സൗകര്യം കിട്ടുന്നതും ചെല്ലുമ്പോ തന്നെ കിട്ടുന്ന കാര്യമല്ല. അതവർ അതാ പറഞ്ഞ, അടിസ്ഥാനമായിട്ട് നമ്മള് അഭിനയിക്കുന്നതിന്റെ റിസൾട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അതാ പറയാൻ പറ്റും, രക്ഷപ്പെടാനുള്ള ഒരു ഏരിയ അല്ലെന്ന് പറഞ്ഞതാ. ഇപ്പൊ സുധീക്കോപ്പ ചോദിക്കുന്ന റെമ്യൂണറേഷൻ കിട്ടുന്ന സ്റ്റേജ് ആണോ? ഇല്ല, അങ്ങനെ നമ്മള് ഒതുങ്ങുന്ന കൊത്താറില്ല. അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ഭയങ്കര ഭീകരമായിട്ടൊന്നും മേടിക്കുന്ന ആളൊന്നുമല്ലല്ലോ. എനിക്കാണ് ഇപ്പൊ ആവശ്യം സിനിമ. എപ്പോഴും നമുക്ക് ആവശ്യമാകുമ്പോഴും നമ്മളതിനകത്ത് നല്ല കഥാപാത്രങ്ങളാണെങ്കിലും ഇപ്പൊ എല്ലാവരും ഒക്കെ അങ്ങനെ തന്നെ. അവർക്ക് എല്ലാവരും ശമ്പളമൊക്കെ പറഞ്ഞാൽ പോലും ചില നല്ല പടങ്ങൾക്ക് വേണ്ടി പലരും അതൊക്കെ കോംപ്രമൈസ് അഭിനയിക്കാറുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ, ആഗ്രഹിച്ച പോലെ. അതാണ് ഓർക്കുന്നത്, അതാണ് ആഗ്രഹം. അപ്പം നല്ല പെർഫോമർ ആണെന്ന് എന്നോ തെളിയിച്ച ആളാണ്. ഇനിയും മേ ബി വരാനിരിക്കുന്നതേ ഉള്ളൂ നല്ല കഥാപാത്രങ്ങൾ. അത് പക്ഷെ ഈ സിനിമയ്ക്ക് ഇനി തീർന്ന ടൈം കഴിഞ്ഞെങ്കിൽ പറയാം. ഈ സിനിമയ്ക്ക് ഇപ്പൊ നമ്മള് ഓരോ പടങ്ങളും ഓരോ ഇതാണല്ലോ. അല്ലാതെ ഒരു ജോലിക്ക് കയറിയിട്ട് ആ ജോലി തന്നെ മരിക്കും വരെ ചെയ്യുന്ന പരിപാടിയല്ല. ഓരോ സെറ്റിലും ഓരോ കഥാപാത്രമാണല്ലോ. അപ്പോൾ എല്ലാ നടന്മാർക്കും പിന്നെയും കൂടുതൽ ചെയ്യണം എന്നുള്ള സംഭവം. ഇന്ന് ചെയ്ത കാര്യമല്ല, ഈ പടത്തിൽ ചെയ്ത കാര്യമല്ല, നമ്മൾ അടുത്ത പടത്തിൽ ചെയ്തു. പുതിയ കാര്യങ്ങളെ ചെയ്തോണ്ട് പുതിയ വാക്കുകളാണ് നമ്മൾ പറയുന്നത്. പുതിയ ആർട്ടിസ്റ്റ് സിറ്റുവേഷൻസ് ആണ്. അതാണ് വ്യത്യാസം. ഓക്കെ, താങ്ക് യു.